പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യോഹന്നാൻ 7:27 ജീവജലത്തിൻ്റെ അരുവികൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ എന്ത് ഫലം? അപ്പോൾ ക്രിസ്തുവില്ലാത്ത ജീവിതം നയിക്കുന്നവർക്ക് എപ്പോഴും ആത്മാവിലൊരു ശൂന്യത, ഒരു വാക്വം എപ്പോഴും ഫീൽ ചെയ്യും. അത് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾക്കും പലപ്പോഴും ഒരു പാപാവസ്ഥയിലോട്ടൊക്കെ തെന്നി വീഴുന്ന അവസരങ്ങളിൽ ക്രിസ്തുവില്ലാത്ത ഒരു വരണ്ട അവസ്ഥയെ നമ്മൾ നേരിടേണ്ടി വരും. അതേസമയം ക്രിസ്തുവിൽ, യഥാർത്ഥമായ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് അരുവി ഒഴുകും, ജീവൻ്റെ അരുവി. ഇപ്പോൾ ഈ ക്രിസ്തു മാർഗത്തിലേക്കൊക്കെ വന്നതിന് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ ഒരു പാപാവസ്ഥയിൽ ചെന്ന് വീഴുമ്പോൾ, എൻ്റെ കേസിലൊക്കെ ഐ ബിക്കം ടോട്ടലി ഡിസ്ഫങ്ഷണൽ. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ ചെയ്യാൻ സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൃപയാൽ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ഒരു നല്ല കുമ്പസാരം നടത്തുകയും, എളിമപ്പെട്ട് നല്ല കുമ്പസാരം നടത്തുകയും, കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും, ഹൃദയമൊരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ആ പരിശുദ്ധ അരുവിയുടെ നിറവ് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എപ്പോഴും ആ ഒരു ക്ലെൻസിങ് നമ്മളിൽ നടക്കണം. നമ്മളെങ്ങനെയൊക്കെ പോയാലും പാപത്തിൻ്റെ കറ പുരളാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ചെറുതും വലുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോകും. പക്ഷെ അവിടെ അത് മനുഷ്യ സഹജമാണ്. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പാപമില്ലാത്തവൻ. നമ്മളിൽ ആരെങ്കിലും നമുക്ക് പാപമില്ല എന്ന് പറയുന്നത് അത് അജ്ഞതയാണ്, അല്ലെങ്കിൽ അത് വൻപ് പറച്ചിലാണ്. എല്ലാ മനുഷ്യരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, നമ്മളിപ്പോൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരു ദിവസത്തിൻ്റെ അവസാനം നമ്മളൊന്ന് ആത്മശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വലുതും ചെറുതുമായി നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ. അവയോർത്ത് പശ്ചാത്തപിക്കുക, കർത്താവിനോട് മുട്ടിപ്പായി യാചിക്കുക, അബ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാരൂപിയെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. കാരണം ആ ജീവൻ്റെ ഉറവകൾ എന്നിൽ നിന്നു പോകും. എനിക്ക് അങ്ങയുടെ
നിറവ് മാത്രം മതി. മറ്റുള്ളവയെല്ലാം വെറുതെ ടെമ്പററി ആയിട്ടുള്ള തവിടായിട്ട് ഞാൻ കരുതുന്നു എന്നൊരു നിലപാടിലേക്ക് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉയർത്താം. എനിക്ക് അങ്ങ് മാത്രം മതി. അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാരൂപിയുടെ ശക്തിയാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയുമാറാക്കണമേ. അബ്ബാ പിതാവേ, ആമേൻ. അങ്ങയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ ഇടയാക്കരുത്. ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. വീണുപോയ അവസരങ്ങളിൽ നിന്നെല്ലാം എപ്പോഴും തിരിച്ചു വന്ന് അങ്ങയുടെ അങ്ങയിലേക്ക് അടുത്ത് നിൽക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ജീവൻ്റെ ഉറവ് പുറപ്പെടും. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയും. ആമേൻ.